ഈ നിൽക്കുന്ന മരത്തിൻ്റെ പേര് ഗാഫ് മരം എന്നാണ്. ഗാഫ് മരത്തിന് മലയാളത്തിൽ പറയുന്ന പേരെന്താണെന്നറിയാം? വന്നി എന്ന് പറയും, വഹിനി എന്നും പറയാറുണ്ട് ഈ മരത്തിന്. ഈ മരത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മരമാണ്. ഇത് മരുഭൂമിയിലാണ് ഇത് കൂടുതൽ കാണുക. വന്യമരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് UAE ദേശീയ മരമാണ്. അതുപോലെ തന്നെ രാജസ്ഥാനിലെ സംസ്ഥാന മരവും വന്യമരമാണ്. ഒരുപാട് വരണ്ട പ്രദേശങ്ങൾ കാണും. ഏത് വരണ്ട മരുഭൂമിയിലും ഉണ്ടാകുന്ന ഒരു മരമാണ് ഈ ഗാഫ് മരം എന്ന് പറയുന്നത്. ഗാഫ് മരം എന്തുകൊണ്ടാണ് UAE ദേശീയ വൃക്ഷമായി മാറിയതെന്ന് ചോദിച്ചാൽ ഇതൊരു കൽപ്പവൃക്ഷമാണ്. നമ്മളെ കേരളത്തിലെ തെങ്ങ് കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് പോലെ ഈ UAE ഇതിനെ കൽപ്പവൃക്ഷം എന്നാണ്. കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും മനുഷ്യന് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ പണ്ട് അറബികളൊക്കെ വീടുകളൊക്കെ വെച്ചിരുന്നത് ഇതുപോലുള്ള മരങ്ങളുടെ ചൂട്ടിലാണ്. ചെറിയ ഫോട്ടോ ഒക്കെ കാണാം, വലിയ മരങ്ങൾ, ഇതെന്നല്ല, ഇതിനൊക്കെ വലിയ മരങ്ങളുണ്ട്, അതിൻ്റെ മൂട്ടിലാണ് വീടുകൾ വയ്ക്കുക. പിന്നെ ഇതിൻ്റെ തടിയാണ് കരി ഉണ്ടാക്കാനും അതുപോലെ തന്നെ വിറകിനുമൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ ഇലകൾ, ഒട്ടകം ഏറ്റവും കൂടുതൽ തിന്നുന്ന ഇലകളാണ് ഇതിൻ്റെ ഇലകളാണ് കൂടുതൽ. മരുഭൂമിയിൽ സുലഭമായി കിട്ടാനുള്ള ഒരു ഇല ഇതാണ്, ആടിന് കൊടുക്കുന്നതൊക്കെ ഇലയാണ്. അപ്പോൾ ഇതിൻ്റെ കായകളും ബീൻസുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ബീൻസുകളൊക്കെ മനുഷ്യൻ കഴിക്കും. ബീൻസുകൾ മാത്രമല്ല, ഇതിൻ്റെ ഇലകൾ തണുപ്പ് സമയത്ത് അവർ ഭക്ഷണത്തിലിട്ട് കഴിക്കും. അപ്പോൾ ശരീരം ചൂടാവുമെന്നാണ് പറയുന്നത്. ഈ ഇലകൾ ഭക്ഷണത്തിൽ, ഇതിൻ്റെ തളിര് ഇലകൾ പറിച്ചിട്ട് ഭക്ഷണത്തിൽ മിക്സ് ചെയ്തിട്ട്, അതായത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവർ കഴിക്കുന്ന ചോറിലൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കും. മാത്രമല്ല ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്മൂത്തീസ് ഇറങ്ങുന്നുണ്ട്. ഒരു ഒട്ടകത്തിൻ്റെ പാലും ഇതിൻ്റെ ഇലയും കൂടെ ചേർത്തിട്ടുള്ള സ്മൂത്തീസും ഇവിടെ മാർക്കറ്റിൽ കിട്ടാനുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഈ മരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മനുഷ്യന് ഉപകാരമാണ്. അങ്ങനെയുള്ള മരം ആയതുകൊണ്ടാണ് ഇതിനെ കൽപ്പവൃക്ഷം എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്രപരമായിട്ടുള്ള കുറേ സംഗതികളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അതായത് നാട്ടിലെ ചിപ്കോ പ്രസ്ഥാനം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാന കാരണം ഈ മരമാണ്. ഈ മരം മുറിക്കാൻ ഒരു രാജാവ് നോക്കിയപ്പോൾ, രാജസ്ഥാനിലാണെന്ന് തോന്നുന്നു, രാജാവ് നോക്കിയപ്പോൾ അതിനെതിരെ അമൃതാദേവി മക്കളൊക്കെ കൂടി സമരം ചെയ്തു. അങ്ങനെ അവരെ കൊന്നുകളഞ്ഞു. അങ്ങനെ ഒരു 363 പേര് മരണപ്പെട്ടിട്ട് അങ്ങനെ ഒരു പ്രസ്ഥാനം, ലോകത്ത് ആദ്യമായിട്ടുണ്ടായ ഒരു പരിസ്ഥിതി പ്രസ്ഥാനം ഈ ഒരു മരം നിലനിർത്തുന്നതിന് വേണ്ടി ഉണ്ടായതാണ്. അത് പിന്നെ ലോകത്തുള്ള എല്ലാ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെയും മാതാവായിട്ട് മാറിയ ഒരു സമരമാണ് ചിപ്കോ പ്രസ്ഥാനം. നമ്മൾ പുസ്തകത്തിലൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ ഒരു ബീൻസ് ഉണ്ട്. ഇതിൻ്റെ ബീൻസിൻ്റെ സമയം കഴിഞ്ഞ് ഞങ്ങളൊരു വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബീൻസ് ഈ തറയിൽ കിടക്കുന്ന ഈ സാധനം ഇത് ഉണങ്ങിപ്പോയി. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതെങ്ങനെയാണ് ഉപകരിക്കുക. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഉപകാരമുള്ളതാണല്ലോ കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ. ഇതെങ്ങനെ ഉപകരിക്കുമെന്ന് ചോദിക്കുമ്പോൾ, ഇതിൻ്റെ പച്ചയായിട്ടിരിക്കുന്ന സമയത്ത് ഇതുകൊണ്ട് സബ്ജി ഉണ്ടാക്കും. അതായത് മറ്റേ കറികൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തോരൻ വയ്ക്കും. നമ്മൾ തോരൻ വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഞങ്ങൾ തോരൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം. നമ്മളെ പയർമണി പോലത്തെ പയർമണികളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റാൻ ചാൻസ് ഉള്ള സംഭവമാണ്. അപ്പോൾ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം. ഇതാണ് അതിൻ്റെ ബീൻസ്. അപ്പോൾ അതാരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ ഇതിൻ്റെ ന്യൂട്രീഷ്യൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ കടയിൽ നിന്നും മേടിക്കാൻ കിട്ടില്ല ഇതിൻ്റെ ബീൻസ്. പക്ഷേ ഈ ബീൻസ് തോരൻ വെച്ചാൽ നമ്മുടെ നാട്ടിലെ പയർ തോരൻ വയ്ക്കുന്നത് പോലത്തെ നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ്. അപ്പോൾ സാധാരണ നമ്മൾ തോരൻ വയ്ക്കുന്നത് വയ്ക്കാം. രാജസ്ഥാനിലും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരുന്ന ആൾക്കാർ ഇത് പറിച്ചുകൊണ്ട് പോയി തോരൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നെങ്കിൽ കടയിൽ മേടിക്കാൻ കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ബീൻസ് ഇതിൻ്റെ സീസൺ ആകുമ്പോൾ, സീസൺ കഴിഞ്ഞ് 1 മാസം മുമ്പായിരുന്നു, ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇതിൽ ഒരുപാട് ബീൻസ് ഉണ്ടാകും. അപ്പോൾ ഈ ബീൻസ് പറിച്ചിട്ട് മല്ലിമുളകൊക്കെ ഇട്ട് നമ്മൾ തോരൻ വയ്ക്കുന്ന പോലെ തോരൻ വെച്ചിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കഴിച്ചു നോക്കി. മരുഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ ജലത്തിൻ്റെയും തണലിൻ്റെയും ഒക്കെ വില അറിയുന്നത്. ഈ മരത്തിൻ്റെ വേരുകൾ 30 മീറ്റർ വരെയൊക്കെ ആഴത്തിൽ പോയിട്ട് ജലം എടുത്തുകൊണ്ട് വന്നാണ് ഇത് ജീവിക്കുന്നത്. ഇതിൻ്റെ തണലിലാണ് മരുഭൂമിയിലെ സംസ്കാരങ്ങളിലൊക്കെ പലതും രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ നമുക്കിവിടെ പറഞ്ഞു തരിക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.